ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് പഠിക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യണം. 2 വിരലുകൾ വെച്ച് നമ്മൾ ആദ്യം ചുറ്റിയതിൻ്റെ അടിയിൽ കൂടി ഹുക്ക് കയറ്റി രണ്ടാമത് ചുറ്റിയ യാണിൻ്റെ അവിടുന്ന് വലിച്ച് വേണം എടുക്കാൻ. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സ്ലിപ്പ് നോട്ടാണ് നമ്മൾ ഏത് ക്രോഷ്യ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴും ഇടുന്നത്. പിന്നെ മാജിക് സർക്കിൾ ഇടാറുണ്ട്. ഇത് മാജിക് സർക്കിൾ ടഫായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മാജിക് സർക്കിൾ ഇല്ലാതെ എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഇങ്ങനെയും നമുക്കിതിൽ സ്ലിപ്പ് നോട്ട് ഇടാവുന്നതാണ്. 2 വേസ് ഉണ്ട്. ഇനി നമുക്ക് ചെയിൻ ഇടാം. ചെയിൻ സ്റ്റിച്ചാണ് ഫൗണ്ടേഷൻ സ്റ്റിച്ച്. ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെയിനായി. രണ്ട് 3 4 5 6 ടോട്ടൽ 6 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഇടേണ്ടത്. ഇനി എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് കടത്തി അവിടെ നിന്ന് ഒരു ലൂപ്പ് വലിച്ചെടുക്കണം. അപ്പോൾ ടോട്ടൽ 2 ലൂപ്പ് നമ്മുടെ ഹുക്കിലുണ്ടാവും. അതിൽ ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റണം. അപ്പോൾ ഒരു സർക്കിൾ പോലെ ഉണ്ടാവും. ഇനി നമുക്ക് വീണ്ടും ചെയിൻ ഇടാം. ടോട്ടൽ 4 ചെയിനാണ് ഇടേണ്ടത്. ചെയിൻ സ്റ്റിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ സ്ലോ ആക്കിയിട്ട് വീഡിയോ നോക്കുക. വീഡിയോ പോസ് ചെയ്ത് കാണുന്നതായിരിക്കും നല്ലത്. ഇനി ട്രിപ്പിൾ ക്രോഷ്യാണ്. ട്രിപ്പിൾ ക്രോഷ്യയിൽ ലൂപ്പൊക്കെ കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് 4 എണ്ണം ആയിരിക്കും. 4 ലൂപ്പായിരിക്കും ഹുക്കിലുണ്ടാവുക. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടിയാണ് ആദ്യം നമ്മൾ വലിച്ചെടുക്കേണ്ടത്. പിന്നീട് 2 ലൂപ്പ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ലൂപ്പ്, ടോട്ടൽ 3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യാണ് വലിച്ചെടുക്കുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്ത് കാണുക. അല്ലെങ്കിൽ സ്പീഡ് ഓൾറെഡി കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ചിട്ടും കൂടി കാണുക. 2 പ്രാവശ്യമാണ് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നത്. അഥവാ ഇങ്ങനെ നമ്മൾ കറക്കുന്നില്ലെങ്കിൽ അങ്ങനെ 2 പ്രാവശ്യം ചെയ്യും. അല്ലാത്ത ഹാഫ് ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. അതിലെല്ലാം നമ്മൾ 1 പ്രാവശ്യം മാത്രമേ ഈ കറക്കുക അഥവാ യാൺ ഓവർ ചെയ്യുന്നുള്ളൂ. എന്നാൽ ട്രിപ്പിൾ ക്രോഷ്യയിൽ നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും ഈ സർക്കിളിലോട്ടാണ് ചെയ്യേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അതിൻ്റെതായിട്ടുള്ള ക്യാമറയിലുള്ള മിസ്റ്റേക്സും പറയുന്നതിലുള്ള മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും.
നമ്മൾ ഓരോ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ നമ്മൾ ചെയ്ത സാധനം ഒന്ന് നീക്കി കൊടുക്കണം, നല്ലതായിരിക്കും. 5 പെറ്റൽസ് ചെയ്യാനുള്ളതായതുകൊണ്ട്. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെറ്റലായിട്ടുണ്ട്. അപ്പോൾ പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. 4 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ സർക്കിളിലോട്ട് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ലിപ്പ് നോട്ട് കഴിഞ്ഞാൽ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയി. ഇതുപോലെ 5 പെറ്റൽ നമ്മൾ ചെയ്യണം. ഓരോ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 4 ചെയിൻ ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ദെൻ 3 ഡബിൾ ക്രോഷ്യ, എന്നിട്ട് വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് സ്ലിപ്പ് നോട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഞാനിത് രണ്ടാമത്തെ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇത്. നിങ്ങൾക്ക് ബാഗിൻ്റെ ഫ്രണ്ടിലോ അങ്ങനെ ക്ലിപ്പിലോ ഹെയർ ക്ലിപ്പിൽ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് യൂസിൽ നിങ്ങൾക്ക് കീ ചെയിൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രാനി സ്ക്വയറിൻ്റെ ട്യൂട്ടോറിയൽ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ 5 പെറ്റൽസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ എൻഡിൽ ചെയ്യുന്ന പരിപാടി. എൻഡിൽ ചെയ്യുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ യാണ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. ഒന്ന് ടൈറ്റ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോർമൽ നമ്മൾ കെട്ടുന്ന പോലെ ഒന്ന് കെട്ടി കൊടുക്കും കൂടി ചെയ്യുക കേട്ടോ. ആ കറക്റ്റ് സൈസ് തന്നെ കട്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇത്തിരി ബാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.